ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു ടിപ്സാണ് ഫോട്ടോഷോപ്പിലെ. അതായത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യും, ഡ്രസ്സിൻ്റെ പാറ്റേൺസ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു വൈറ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാറ്റേൺ കൊടുത്തു, പിന്നെ നമ്മൾ വേറൊരു പാറ്റേൺ കൊടുത്തു, അടുത്ത പാറ്റേൺ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീഷർട്ടിൻ്റെയോ ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ വേറെ കുർത്തീൻ്റെ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേൺസ് അല്ല ടെക്സ്റ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇന്ന് കാണിച്ചു തരുന്നത്. പല ആൾക്കാരും മിസ്റ്റേക്കായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ മുഴുവൻ വരെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡിലുള്ള മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് അടിക്കുകയാണ്. ഡിലീറ്റ് അടിച്ചിട്ട് ഇതാണ് ആ ഇമേജ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഞാനിവിടെ 2-3 ഇമേജസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ എന്ത് ചെയ്യും, ഇങ്ങനെ ഇമേജ് കൊണ്ടുവന്ന് വെച്ചിട്ട് എറേസറോ ഈ എറേസർ ടൂൾ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇങ്ങനെ എറേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വിഷ്വൽസിനെല്ലാം അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ടെക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പാറ്റേൺസ് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്ന. ഇതിനേക്കാളും അടിപൊളി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് ഈ ലെയറിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ ജെ എന്നാണ് വിൻഡോസിൽ, മാക്കിലാണെങ്കിൽ കമാൻഡ് ജെ. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫോട്ടോഷോപ്പിലെ ടൂൾസിൽ. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ എഡിറ്റ് ടൂൾ എടുത്തതിന് ശേഷം, ഏറ്റവും താഴെ വരുവാണെങ്കിൽ എഡിറ്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ താഴേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വിക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് കാണിക്കും. അത് ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടൂൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് പോർഷനാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് എക്സാക്ട്ലി നേരിട്ട് നിങ്ങളൊന്ന് സെലക്ഷൻ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലെയറിൻ്റെ ലാസ്റ്റ് ഉണ്ടോ അവിടെ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് പാറ്റേൺ ആണ് ഈ ടെക്സ്റ്റാണ് നമുക്ക് മറ്റേ ആ ടീഷർട്ട് പ്ലേസ് ചെയ്യേണ്ടത്, അത് ആ ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് കൺട്രോൾ ടി ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ഏകദേശം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പാറ്റേൺ ഒന്ന് കറക്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അതിന് ശേഷം ലെയറിൽ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. കുറച്ചും കൂടെ ഒരു ബ്ലെൻഡ് ചെയ്ത് അതായത് നമ്മുടെ ടീഷർട്ടിൻ്റെ മടക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ നോർമൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് വന്നിട്ട് ഈ നോർമൽ എന്ന് പറഞ്ഞാൽ പോർഷൻ മാറ്റി നമ്മൾ മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സൈറ്റഡ് കിട്ടും. ഇനിയും നമുക്ക് കുറച്ചും കൂടെ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നണമെങ്കിൽ ജസ്റ്റ് ഈ ലെയറിൻ്റെ അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നീക്കി വെച്ച്, അപ്പോൾ നമുക്ക് ലെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കിടക്കുന്ന, അതായത് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ്റെ താഴെ വരുമ്പോൾ അണ്ടർലൈൻ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഓൾട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുക. അപ്പം നീക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ആ ഇമേജിന് അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഇമേജസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലേസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീഷർട്ടിലൊക്കെ അതിൻ്റെ ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ അതിൻ്റെ മടക്കുകളും ചുളിവുകളും ഒന്നും പോകാതെ നമ്മുടെ സാധാരണ ടെക്സ്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പാറ്റേൺസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇതാണ് നമ്മളിത് സിമ്പിൾ മെത്തേഡ്. അപ്പം ഞാൻ വേറെണ്ണം കൂടെ നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പം ഇത്രയും നല്ല നിങ്ങൾ മിസ്റ്റേക്കായിട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പാറ്റേൺ ഒന്ന് യൂസ് ചെയ്യുക. അപ്പം ഇതേപോലെ ചെറിയ ടിപ്സിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ഇത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.